അമേരിക്കൻ സൈന്യത്തെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളുടെ കൃത്യതയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായം ലഭിക്കുന്നുണ്ടോ എന്ന സംശയം സജീവമാണ്. ദ വാൾ സ്ട്രീറ്റ് ജേണൽ അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇറാൻ സ്വന്തമായി ഈ സാങ്കേതിക മികവ് നേടിയതാകാൻ സാധ്യതയില്ല. റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ അതിനൂതന സാങ്കേതിക സഹായം ഇതിന് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഇത്രയും കൃത്യമായി ലക്ഷ്യം കണ്ടെത്താനുള്ള കഴിവ് ഇറാൻ എങ്ങനെ പെട്ടെന്ന് സ്വന്തമാക്കി എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. അതേസമയം വെടിനിർത്തൽ കരാർ ലംഘിച്ച ശേഷം ആദ്യമായി അമേരിക്കൻ സൈനികർക്ക് ജീവഹാനി സംഭവിക്കുന്ന ഈ സംഭവം ട്രംപിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. പക്ഷേ അതിലേറെ അമേരിക്കൻ ഉദ്യോഗസ്ഥരെ അമ്പരപ്പിച്ചത് ഇറാൻ മിസൈലുകളുടെ അസാധാരണമായ കൃത്യതയായിരുന്നു. മിന്നൽ വേഗത്തിൽ ആകാശത്തിലൂടെ പറന്നെത്തിയ മിസൈലുകൾ ഒരു പിഴവും കൂടാതെ ലക്ഷ്യത്തിൽ പതിച്ചു തകർന്നു. ഈ സൂപ്പർ പവർ കൃത്യതയാണ് പുതിയ സംശയങ്ങൾക്ക് വഴിവെച്ചത്. ഇറാന്റെ തെക്കു പടിഞ്ഞാറൻ മേഖലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന തന്ത്രപ്രധാന ദർവോഖിൻ ആണവ നിലയത്തിന് നേരെ അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി ഇറാൻ ആണവോർജ ഏജൻസി കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. സൈനികരുടെ മരണം അതീവ ദുഃഖകരമെന്ന് പ്രതികരിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ ഒരു സാഹചര്യത്തിലും ആണവായുധം കൈവരിക്കാൻ അനുവദിക്കില്ലെന്ന് ആവർത്തിച്ചു. ഇറാൻ റവല്യൂഷണറി ഗാർഡിനെ ലക്ഷ്യമിട്ട് US സൈന്യം കഴിഞ്ഞ ദിവസം വ്യോമാക്രമണം നടത്തിയിരുന്നു. ഹോർമോസ് കടലിടുക്കിനെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന യുദ്ധം ഇതോടെ കൂടുതൽ വഷളായി. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ ഒരാഴ്ചയായി നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് അമേരിക്കയുടെ പ്രതികാരം. ഇറാനിലെ പാലങ്ങളും വൈദ്യുതി നിലയങ്ങളും മറ്റ് തന്ത്രപ്രധാന കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടാണ് US ആക്രമണം. ഇറാന്റെ തെക്കൻ പ്രവിശ്യകളെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താനാണ് അമേരിക്കൻ വ്യോമസേന ശ്രമിക്കുന്നത്. ദക്ഷിണ ഇറാനിലെ പാലങ്ങൾ, റെയിൽവേ പാതകൾ, തുരങ്കങ്ങൾ, റോഡുകൾ എന്നിവ US തകർത്തതോടെ സാധാരണക്കാരുടെ ജീവിതം സ്തംഭനത്തിലായി. അതേസമയം അമേരിക്കയും ഇറാനും ജൂൺ 17 ഒപ്പിട്ട ഇസ്ലാമാബാദ് ധാരണാപത്രത്തിൽ നിന്ന് ഇറാൻ പിന്മാറിയാൽ തനിക്കൊന്നുമില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഇടക്കാല കരാർ പാലിക്കുന്നതിനുള്ള തങ്ങളുടെ പ്രതിബദ്ധതകളെല്ലാം മരവിപ്പിക്കുന്നതായി ഇറാൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിലായിരുന്നു ട്രംപിന്റെ ഈ പ്രതികരണം. പശ്ചിമേഷ്യയിൽ US ഇറാൻ യുദ്ധം കൂടുതൽ രൂക്ഷമായേക്കും. ഇറാനെതിരെ ശക്തമായ ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുകയാണ്. US ഇറാൻ സൈനിക ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്ന ഓരോ അമേരിക്കൻ സൈനികനും പകരമായി ഇറാനെതിരെ അതിശക്തമായ സൈനിക തിരിച്ചടി നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു.